വിദേശകാര്യ വിദഗ്ധൻ ഡോക്ടർ മോഹൻ വർഗീസ് ഒപ്പമുണ്ട്. ഡോക്ടർ മോഹൻ വർഗീസ്, ഒരു യുദ്ധത്തിലേക്ക് പ്രവേശിക്കുന്നത് എളുപ്പമാണ്, എന്നാൽ അവിടെ നിന്ന് പുറത്തു കടക്കുക എന്നത് പ്രയാസമാണ് എന്ന് ഇറാൻ യുദ്ധം ഒരിക്കൽ കൂടി തെളിയിച്ചിരിക്കുകയാണ്. ഇനിയിപ്പോൾ 3 സാധ്യതകളാണ് ഈ യുദ്ധത്തിന്റെ അവസാനത്തിൽ വിദഗ്ധർ കാണുന്നത്. ഒന്നുകിൽ ഇരു രാജ്യങ്ങളും പരസ്പരം സംബന്ധിച്ച് ഒരു മികച്ച കരാർ ഉണ്ടാക്കണം, അതല്ലെങ്കിൽ ആരെങ്കിലും ഒരാൾ യുദ്ധം സ്വയമേവ ഉപേക്ഷിക്കണം. മൂന്നാമത്തേത്, അവസാനമില്ലാത്ത രീതിയിൽ യുദ്ധം ഇതുപോലെ തുടർന്നുകൊണ്ടേയിരിക്കണം. അടിക്കടി വാക്കുമാറ്റി പറയുന്ന ഡൊണാൾഡ് ട്രംപും സമാധാന ശ്രമങ്ങൾക്ക് തുരങ്കം വെക്കുന്ന ഇസ്രയേലും മുന്നിലുള്ളപ്പോൾ ഇതിൽ ഏതിനാണ് നിലവിലെ അവസ്ഥയിൽ സാധ്യത കൂടുതൽ? 3 ഓപ്ഷൻസ് ആണ് ഇവിടെ മുന്നോട്ട് വെക്കപ്പെടുന്നത്. ഒന്നുകിൽ ഏകപക്ഷീയമായി ആരാണോ യുദ്ധം തുടങ്ങിയവർ അവർ യുദ്ധം ഒരു കരയിലെത്തിച്ചു, തങ്ങളുടെയൊക്കെ നേട്ടങ്ങൾ ലഭിക്കാനുള്ളതെല്ലാം ലഭിച്ചു കഴിഞ്ഞു, അതുകൊണ്ട് ഇതാ തങ്ങൾ പിൻവാങ്ങുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അമേരിക്ക ഇസ്രായേലും പിൻവാങ്ങുന്നു. അതാണ് ഒരു ഓപ്ഷൻ. 2, പൂർണ്ണമായ വിജയം നേടിക്കഴിഞ്ഞതിന് ശേഷം യഥാർത്ഥത്തിൽ ടാഞ്ചിബിളായ ബെനിഫിറ്റ് ലോകത്തിന് കാണാവുന്ന രീതിയിൽ പൂർണ്ണമായി അമേരിക്ക ആഗ്രഹിക്കുന്ന രീതിയിൽ ഇറാനെ കീഴ്പ്പെടുത്തിയതിനു ശേഷം ഇറാനെ തോറ്റ കക്ഷിയായ ഇറാൻ തോൽക്കുന്നുവെങ്കിൽ, തോൽക്കുമെന്ന് കണക്കാക്കാൻ ഒരു ന്യായവുമില്ല ഇപ്പോൾ, തോൽക്കുന്നുവെങ്കിൽ ആ തോറ്റ കക്ഷിയുമായി ഒരു കരാറിൽ ഏർപ്പെടുത്തിക്കൊണ്ട്, അതായത് 2ാം ലോക മഹായുദ്ധമൊക്കെ ഒരു വിഭാഗം വിജയിച്ചല്ലോ, മറുവിഭാഗം തോറ്റല്ലോ, അപ്പോൾ അതിനുശേഷം ഉണ്ടായ കരാറുകളുണ്ടല്ലോ, അതുപോലെ കരാറുകളിൽ ഗൺ പോയിന്റ് നിർത്തിക്കൊണ്ട് കരാറുകൾ ഉൾപ്പെടുത്തിയിട്ട് പിൻവാങ്ങുക. 3ാമത്തെ ഓപ്ഷനാണ് ഒരുപക്ഷെ കൂടുതൽ സാധ്യത. ഇത് നീണ്ടുപോകും. ഒരു ഏകപക്ഷീയമായ ഒരു കരാറിൽ 2 കൂട്ടർക്കും ഏർപ്പെടാനാവില്ലല്ലോ. ഇറാൻ്റെ ഡിമാൻഡ്സ് പൂർണ്ണമായി അമേരിക്കയ്ക്കോ അമേരിക്ക മുന്നോട്ട് വെക്കുന്ന ആവശ്യങ്ങൾ പൂർണ്ണമായി ഇറാനോ അംഗീകരിച്ച് കൊടുത്തുകൊണ്ടൊരു ഡീൽ പറ്റില്ല. 2 ഭാഗത്തും വിട്ടുവീഴ്ച ഉണ്ടെങ്കിൽ മാത്രമേ 4ാമത്തെ ഒരു ഓപ്ഷൻ നടക്കൂ. പൂർണ്ണ മനസ്സോടുകൂടി ഒരു നിർബന്ധ ബുദ്ധിയുമില്ലാതെ മേഖല ശാന്തമാകണമെന്ന ആത്മാർത്ഥമായ ആഗ്രഹത്തോടു കൂടി 2 കൂട്ടർക്കും മുൻകാലങ്ങളിൽ ചെയ്ത തെറ്റുകൾ ഏറ്റുപറയേണ്ടി വരും. ഇറാൻ പറയേണ്ടി വരും, തങ്ങൾ ഹമാസിനെയും ഹിസ്ബുള്ളയെയും ഹൂതികളെയും ഒക്കെ സഹായിച്ചു, തങ്ങൾ ഇസ്രായേലിനെ ഞെരുക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ചെയ്തത്, തങ്ങളുടെ ഒരു പെർസെപ്ഷനാണ്, അത് ചെയ്തു. അവർ ഇസ്രായേലിന് നേരെ ആക്രമണം നടത്തി, അത് തെറ്റ്. ഇസ്രായേൽ അവർക്കെതിരെ വലിയ ബലപ്രയോഗം നടത്തിയത് അതിനേക്കാളും വലിയ തെറ്റ്. ഇതിലെല്ലാം തെറ്റ് തന്നെയല്ലേ? അത് ഇറാൻ പറയേണ്ടി വരും, അതിനേക്കാൾ കൂടുതൽ പറയേണ്ടി വരും, അമേരിക്ക പറയേണ്ടി വരും. തങ്ങൾ ഗൾഫ് രാജ്യങ്ങൾ ക്ഷണിച്ചതനുസരിച്ച്, അല്ലെങ്കിൽ തങ്ങളുടെ തന്നെ താല്പര്യ സംരക്ഷണത്തിന് വേണ്ടി അവിടെ താവളങ്ങൾ ഉറപ്പിച്ചു. ആ താവളങ്ങൾ ഇറാനെ ടാർഗറ്റ് ചെയ്യാൻ വേണ്ടി തങ്ങൾ ഉപയോഗിച്ചു. ഇനി തങ്ങൾ ഉപയോഗിക്കില്ല, തെറ്റിപ്പോയി, തങ്ങൾ ഇനി അത് ഉപയോഗിക്കില്ല. താവളങ്ങൾ അവിടെ തന്നെ കാണും, പക്ഷേ കുറച്ചുകൂടി സമാധാനം, ഇൻറ്റേർണൽ സ്റ്റെബിലിറ്റിക്ക് വേണ്ടി മാത്രം റെഡ്യൂസ്ഡ് സ്ട്രെങ്തിൽ തങ്ങൾ താവളങ്ങൾ നിലനിർത്തും. പിന്നെ അന്യരാജ്യങ്ങളുടെ ആഭ്യന്തര കാര്യങ്ങളിൽ ഇടപെടില്ല, ഏകപക്ഷീയമായി ആക്രമണം നടക്കില്ല. അതുമാത്രമല്ല, ഗൾഫ് മേഖലയ്ക്ക് വേണ്ടി ആകമാന ഒരു സുരക്ഷാ കൗൺസിൽ, അത് GCC രാജ്യങ്ങൾക്കെല്ലാം, അതോടൊപ്പം ഇസ്രായേലിനും അതേപോലെ തന്നെ ഇറാനും പ്രാതിനിധ്യമുള്ള പ്രശ്നപരിഹാര ആഭ്യന്തരമായ സംവിധാനം. തങ്ങൾ വൈദേശിക ശക്തികളാണ്, അമേരിക്ക, റഷ്യയും ചൈനയും ഒക്കെ വൈദേശിക ശക്തികളാണ്. മേഖലയിൽ തങ്ങൾ ഇടപെടില്ല. അതൊരു വിശാലമായ കരാറുണ്ടാകുമെങ്കിൽ അതാണ് ഏറ്റവും നല്ല പ്രശ്ന പരിഹാര മാർഗം. പക്ഷേ ഇതൊക്കെ അക്കാദമികമായി പറയാനല്ലേ പറ്റൂ. ഇതൊക്കെ നടത്തി എടുക്കണമെങ്കിൽ ഒരുപാട് കണ്ടീഷൻസ് ഫുൾഫിൽ ചെയ്യേണ്ടി വരും. അതുകൊണ്ടാണ് സമാധാന പ്രക്രിയയിൽ ഇപ്പോൾ യഥാർത്ഥത്തിൽ കാര്യമായ പുരോഗതി ഉണ്ടാകാതെ ഇരിക്കുന്നത്. ഇങ്ങനെയുള്ള, ഞാൻ അവസാനം പറഞ്ഞതുപോലെയുള്ള ഒരു നിർദ്ദേശം ഒരിടത്തു നിന്നും വന്നിട്ടില്ല. ഇവിടെ വേണ്ടത്, എത്രാമത്തെ പ്രാവശ്യമാണ് ഞാൻ തന്നെ പല പ്ലാറ്റ്ഫോമുകളിലായി പറയുന്നത്, മേഖലാ പരിഹാരമാണ് വേണ്ടത്. ഇറാനും അമേരിക്കയും തമ്മിലുള്ള പ്രശ്നമൊന്നുമല്ല, അവിടെ പ്രശ്നമൊന്നുമില്ല. ഇറാനും അമേരിക്കയും തമ്മിൽ എന്തു പ്രശ്നം? അമേരിക്കയുടെ സുരക്ഷ വല്ലതും ഇറാൻ വിചാരിച്ചാൽ അട്ടിമറിക്കാൻ പറ്റുമോ? ഇറാനോട് അല്ലാതൊരു വൈരാഗ്യം തോന്നിയിട്ട് എന്താണ് കാര്യം? ഇസ്ലാമിക് റവല്യൂഷൻ്റെ സമയത്ത് അവർ തമ്മിൽ മുഖം തിരിച്ചു നിന്നു. അമേരിക്കൻ ബന്ദികളെ അവർ വലിയ രീതിയിലാണ് കൈകാര്യം ചെയ്തത്. അതിനുള്ള വാശിയുണ്ട്. അതൊക്കെ തീർന്നില്ലേ? 1979 സംഭവമല്ലേ? അതിനുശേഷം ഇറാൻ നിരന്തരമായി അമേരിക്കയോട് പകവെച്ചുകൊണ്ടിരുന്നു. അമേരിക്ക അതിനേക്കാൾ കടുത്ത പകവെച്ച് തക്കം പാർത്തിരുന്നു ഇറാനെ അവസാനിപ്പിക്കാൻ. അങ്ങനെ ഒരു രാജ്യത്തെയോ ഒരു സിവിലൈസേഷനെയോ ഒരു ഭരണകൂടത്തെയോ അങ്ങനെ അങ്ങ് ആക്രമിച്ച് കീഴടക്കാനാവുമോ? അത് പുതിയ ലോകക്രമത്തിൽ അതൊന്നും സാധിക്കുന്ന കാര്യങ്ങളല്ല. ആ ഒരു റിയലൈസേഷൻ ഉണ്ടായേ മതിയാവൂ. ഇവിടെ ചോദ്യം, യുദ്ധത്തിലേക്ക് പ്രവേശിക്കുന്നത് എളുപ്പമാണ്, പുറത്ത് കിടക്കുന്നത് അത്ര എളുപ്പമാണോ? ഒട്ടും എളുപ്പമല്ല. 70കളിലെ ഒരു ബ്രൂസ് ലീ ചിത്രമുണ്ട്. അത്
എൻറ്റർ ദ ഡ്രാഗൺ എന്ന് പറയുന്ന ഒരു വിഖ്യാതമായ ചിത്രം. അതാണ് ബ്രൂസ് ലീ അതിപ്രശസ്തനായി മാറ്റിയത്. അപ്പം അതിൽ ഒരു പ്രത്യേക കണ്ണാടിക്കൂട്ടിലേക്ക് അകത്തേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ പിന്നീട് സ്വന്തം പ്രതിഫലനമാണ് അവിടെ കാണുന്നത്. ആകെ ഒരു വിഭ്രാന്തിജനകമായ ഒരന്തരീക്ഷം. എൻറ്റർ ദ ഡ്രാഗണ് സമാനമായ എൻറ്റർ ഇറാൻ മീൻസ് രാവണൻ കോട്ടയിലേക്ക് പ്രവേശിക്കുന്നത് പോലെയാണ്. ചുറ്റിക്കറങ്ങി ഇറാൻ്റെ ടോപ്പോഗ്രഫിയും ഇറാൻ്റെ ക്ലൈമറ്റും ഇറാൻ്റെ ഈ സൈന്യവും ഇറാൻ്റെ ഈ ബാറ്റിൽ ഫീൽഡ് എക്സ്പീരിയൻസും എല്ലാം ചേർന്നുകൊണ്ട് അമേരിക്കൻ സേനകൾക്ക്, മെറീനുകൾക്ക് നരകമായിരിക്കും അവിടെ ഒരുക്കുന്നത് എന്നതാണ് പൊതുവെയുള്ള നിഗമനം. അതുകൊണ്ടാണ് ചാടിപ്പുറപ്പെട്ട് ഈ ഭീഷണി മാത്രം 3 ദിവസത്തിനുള്ളിൽ കീഴടങ്ങണം, ഞങ്ങൾ പറയുന്നിടത്ത് ഒപ്പിടണം എന്നൊക്കെ ജൽപ്പനങ്ങൾ നടത്തുന്നതല്ലാതെ ആക്രമിച്ച ആളുകൾക്ക് മാത്രമേ ആക്രമണം നിർത്തിവെക്കാനാവൂ എന്ന് പലരും പറയുന്നതിൻ്റെ അടിസ്ഥാനം അതാണ്. എൻറ്റർ ചെയ്യാമെന്ന് ചിന്തിക്കും, ഒരു പക്ഷേ എൻറ്റർ ചെയ്യുകയും ചെയ്യും. ഹിറ്റ്ലർ എൻറ്റർ ചെയ്തു. എവിടെ? സോവിയറ്റ് യൂണിയനിലേക്ക് എൻറ്റർ ചെയ്തു. പലരും പറഞ്ഞതാണ് പോകരുതേ. മുൻകാലങ്ങളിൽ നെപ്പോളിയൻ ബോണപ്പാർട്ട് ഈ അബദ്ധം കാണിച്ചു. റഷ്യൻസിനെതിരെ യുദ്ധം ചെയ്യാൻ പോകരുത്, റഷ്യ വലിയൊരു ഭൂമിയാണ്, അവർ ഒരു പടപ്പുറപ്പാടും അതിർത്തിയിൽ ഉണ്ടാവില്ല, അവർ ഉള്ളിലേക്ക് വലിയും. യുദ്ധം ചെയ്യാൻ കടന്നു വരുന്നത് ഒരു മെയ് ജൂൺ മാസങ്ങളിലാണ്. സ്പ്രിംഗ് ഒക്കെ കഴിഞ്ഞ് സമ്മറിലോട്ട് പ്രവേശിക്കുമ്പോഴാണ് കടന്നു വരുന്നത്. അപ്പോൾ നല്ല അന്തരീക്ഷമാണ്. സോവിയറ്റ് യൂണിയനിലേക്ക് ഇങ്ങനെ കയറി വരാം, അല്ലെ റഷ്യയിലേക്ക് കയറി വരാം. റഷ്യൻ സൈന്യം വെടിപൊട്ടിക്കുന്നില്ല. അപ്പോൾ വിചാരിക്കും തങ്ങൾ ഈ പ്രദേശം മുഴുവൻ പിടിച്ചെടുത്തുവെന്ന്. റഷ്യൻ സൈന്യം സൈബീരിയ മേഖലയിലേക്ക് പിൻവലിയുകയാണ്. എന്നിട്ട് വിൻ്റർ ആയി കഴിയുമ്പോൾ കടുത്ത വിൻ്ററാണ്. റഷ്യൻ വിൻ്റർ ഈസ് വൺ ഓഫ് ദ ക്രൂവലസ്റ്റ് വിൻ്റേഴ്സ്. അവരുടെ മഞ്ഞ് പൊഴിഞ്ഞ് സപ്ലൈസ് കിട്ടാനില്ലാതെ മഞ്ഞിനുള്ളിൽ ഒരു വെടി പോലും പൊട്ടിക്കാതെ ഫ്രഞ്ച് സൈന്യങ്ങൾ, നെപ്പോളിയൻ്റെ ഫ്രഞ്ച് സൈന്യങ്ങൾ തവിട് പൊടിയായി. അവിടെ നിന്നുമാണ് ഫ്രാൻസ് അവസാനം വാട്ടർലൂവിലെത്തി നിന്നപ്പോൾ ബ്രിട്ടനോട് പരാജയപ്പെട്ടത്. അങ്ങനെയാണ്. അതുപോലെ ജർമ്മനിയുടെ 2ാം ലോകമഹായുദ്ധത്തിലെ പരാജയത്തിൻ്റെ പ്രധാന കാരണം വിനാശകാല വിപരീത ബുദ്ധി എന്ന നിലയിൽ ജർമ്മനി ആക്രമിക്കാൻ പോയതാണ്. സമാനമായ രീതിയിൽ ഇറാനെ ആക്രമിക്കാൻ അമേരിക്ക പടപ്പുറപ്പാടുമായി മുന്നിൽ നിന്നാൽ മാസങ്ങളല്ല വർഷങ്ങളെടുത്താലും ഉദ്ദേശിക്കുന്ന ഒരു റിസൾട്ട് വന്നില്ല എങ്കിൽ അമേരിക്കൻ സാമ്രാജ്യത്വത്തിൻ്റെ പതനത്തിൻ്റെ ആരംഭമായി അത് മാറിയാൽ അത്ഭുതപ്പെടാനില്ല. അതുകൊണ്ടാണ് വിവരമുള്ള പലരും ഡൊണാൾഡ് ട്രംപിനോട് പറയുന്നത്, യു ആർ ദ നമ്പർ 1 മിലിറ്ററി പവർ, യു ആർ ദ ടെക്നോ പവർ, യു ഹാവ് ദ എയർഫോഴ്സ്, പക്ഷെ നൺ ഓഫ് ദീസ് ക്യാൻ വിൻ എ വാർ ഇൻ എൻ എക്സ്ട്രീംലി ഹോസ്റ്റൈൽ എൻവയൺമെൻറ്റ് കോൾഡ് ഇറാൻ. ഇറാൻ്റെ പോരാട്ട വീര്യം, ഇറാൻ്റെ ചരിത്രം, ഇറാൻ്റെ ജനതയുടെ ദൃഢനിശ്ചയം. ഗവൺമെൻറ്റിനെതിരെ നിൽക്കുന്ന ആളുകളാണ് ജനം. പക്ഷെ യുദ്ധം വരുമ്പോൾ ഗവൺമെൻറ് അനുകൂലമായി, ആ വ്യവസ്ഥയ്ക്ക് അനുകൂലമായി ഇറാനിയൻ ജനത കൈകോർത്ത് നിൽക്കുന്ന ഒരു കാഴ്ചയും ഒരുപക്ഷെ അമേരിക്ക കാണേണ്ടി വരാം. തീർച്ചയായും മർദ്ദക ഭരണകൂടമാണ്. അവരുടെ ജനാധിപത്യ അവകാശങ്ങൾ നിഷേധിക്കപ്പെടുന്നു, വലിയ മനുഷ്യാവകാശ ലംഘനങ്ങളുണ്ട്, ജനം ഖിന്നരാണ്, അവർക്ക് സപ്ലൈ കിട്ടുന്നില്ല, പലരും പട്ടിണിയിലാണ്, വസ്തുവകൾക്ക് നാശമുണ്ട്. ഈ യുദ്ധത്തിലേക്ക് നേതൃത്വം വലിച്ചഴച്ചതിൽ അവർക്ക് അമർഷമുണ്ട്, പ്രതിഷേധമുണ്ട്. പക്ഷേ യുദ്ധം വരുമ്പോൾ രാജ്യത്തെ വിഘടിച്ച് നിൽക്കുന്ന കുർദുകൾ, അതുപോലെ ഷിയാക്കളുടെ വിവിധ വിഭാഗങ്ങൾ, അതുപോലെ മറ്റ് ന്യൂനപക്ഷങ്ങൾ, ഇവരെല്ലാം തന്നെ വേറിട്ട് ചിന്തിക്കാൻ സാധ്യതയുണ്ട്. തീർച്ചയായും നമുക്ക് ഇതോടൊപ്പം മറ്റൊരു റിപ്പോർട്ട് കൂടി ചേർത്ത് വായിക്കണമെന്ന് തോന്നുന്നു. ട്രംപ് ഇപ്പോൾ ഒരു ഭീകരമായ തൃശങ്കുവിൽ പെട്ടുകിടക്കുകയാണ്. അതേക്കുറിച്ച് കൂടി സംസാരിച്ചു പോകാം. അതായത് ഇറാനെ ഈ യുദ്ധത്തിലേക്ക് തള്ളിവിട്ടത് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപാണ്. പിന്നിൽ നിന്ന് ഉന്തിയത് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു. ട്രംപ് ഇപ്പോൾ അറിയപ്പെടുന്നത് സ്വന്തം നിലനിൽപ്പ് അപകടത്തിലാക്കിയ ഒരു പ്രസിഡന്റ് ആയിട്ടാണ്. ഇതാണ് ഡൊണാൾഡ് ട്രംപിനെ ഇറാൻ യുദ്ധത്തിന്റെ അവസാനം കാത്തിരിക്കുന്നത്. വളരെ ചുരുങ്ങിയ വാക്കുകളിൽ പറഞ്ഞാൽ മെയ് 1 എന്ന ഡെഡ് ലൈനിന് അപ്പുറം ഇറാൻ യുദ്ധം തുടരുന്നത് ട്രംപിനെ സംബന്ധിച്ചിടത്തോളം വലിയൊരു മരീചികയാണ്. യുദ്ധം അഥവാ ട്രംപിന്റെ വാക്കുകളിൽ പറഞ്ഞാൽ സൈനിക നടപടി അവസാനിപ്പിക്കാൻ 3 ഓപ്ഷനുകളാണ് ട്രംപിന് മുന്നിലുള്ളത്. ഒന്നുകിൽ ഇറാനുമായി ഒരു കരാറിൽ എത്തിച്ചേരുക, 2 US കോൺഗ്രസിന്റെ മെയ് 1 എന്ന ഡെഡ് ലൈൻ നിരാകരിച്ച് യുദ്ധരംഗത്ത് തുടരുക. അത് ട്രംപിനെതിരായ നിയമ നടപടികളിലേക്ക് വരെ എത്തിയേക്കാം. അതുമല്ലെങ്കിൽ യുദ്ധം തുടരുന്നതിന് US കോൺഗ്രസിന്റെ അനുമതി തേടുക. ഇതല്പം റിസ്ക് ഉള്ള നടപടിയാണ്. ഫെബ്രുവരി 28 ആരംഭിച്ച യുദ്ധത്തിന് US കോൺഗ്രസിന്റെ അനുമതി ഉണ്ടായിരുന്നില്ല. യുദ്ധമല്ല, സൈനിക നടപടിയാണ് താൻ നടത്തിയത് എന്ന് ട്രംപ് പറയുന്നുണ്ട് എങ്കിലും ഈ സൈനിക നടപടി അമേരിക്കൻ താല്പര്യത്തിന് അനുഗുണമായിരുന്നോ അല്ലെങ്കിൽ അനിവാര്യമായിരുന്നോ എന്ന് തെളിയിക്കാൻ ട്രംപിന് സാധിച്ചിട്ടില്ല. യുദ്ധത്തിന് US കോൺഗ്രസിന്റെ അനുമതി കിട്ടണമെങ്കിൽ ഈ യുദ്ധം അമേരിക്കൻ താല്പര്യത്തിന് വേണ്ടിയായിരുന്നോ എന്ന് ട്രംപ് തെളിയിക്കേണ്ടി വരും.
അമേരിക്കൻ സൈന്യത്തെ ഒരു യുദ്ധമുഖത്ത് അണിനിരത്താൻ വാർ പവേഴ്സ് ആക്ട് പ്രകാരമുള്ള അനുമതി അനിവാര്യമാണ്. അനുമതിയില്ലാതെ പ്രസിഡന്റിന് സൈന്യത്തെ യുദ്ധത്തിന് ഉപയോഗിക്കാൻ സാധിക്കുന്നത് 60 ദിവസം മാത്രമാണ്. ഈ 60 ദിവസ കാലാവധിയാണ് 2 ദിവസത്തിൽ അവസാനിക്കുന്നത്. എന്ന് വെച്ചാൽ മെയ് 1 ശേഷം ട്രംപിന് ഇറാൻ യുദ്ധം തുടരണമെങ്കിൽ US ഔദ്യോഗികമായി ഇറാനെതിരെ യുദ്ധം പ്രഖ്യാപിക്കണം. നിലവിലെ സാഹചര്യത്തിൽ അത്തരത്തിലൊരു യുദ്ധപ്രഖ്യാപനത്തിന് സാധ്യത തുലവും കുറവാണ്. ഡെമോക്രാറ്റുകൾ കടുത്ത എതിർപ്പുമായി രംഗത്ത് വരും എന്നതുകൊണ്ട് തന്നെ അത് സംഭവ്യമാകില്ല. അപ്പോൾ പിന്നെ എന്തു ചെയ്യും? 30 ദിവസത്തേക്ക് കൂടി സൈനിക നടപടി തുടരാനുള്ള അനുമതി നേടിയെടുക്കാനുള്ള ശ്രമം പ്രതിപക്ഷമായ ഡെമോക്രാറ്റുകൾ തടയും. അങ്ങനെ വന്നാൽ മെയ് 1 സൈന്യത്തെ ട്രംപിന് ഉപയോഗിക്കാനാകില്ല US കോൺഗ്രസിന്റെ അനുമതിയില്ലാതെ. കോൺഗ്രസ് അനുമതി തേടണമെന്ന നിബന്ധന മുൻപ് ബരാക് ഒബാമ അടക്കമുള്ള ചില പ്രസിഡന്റുമാർ നിരാകരിച്ചിട്ടുണ്ട്. എങ്കിൽ പോലും ഇവിടെ സാഹചര്യം വ്യത്യസ്തമാണ്. അപ്പോൾ പിന്നെ ഹോർമൂസിലെ നാവിക ഉപരോധം പോലും ട്രംപിന് പിൻവലിക്കേണ്ടതായി വരും. അങ്ങനെ സംഭവിച്ചാൽ അതൊരു വെടിനിർത്തലായി മാറും. ഇപ്പോൾ തുടരുന്ന താൽക്കാലിക വെടിനിർത്തലിന്റെ സമയപരിധി 3 മുതൽ 5 ദിവസം വരെയാണ് ഇനി ശേഷിക്കുന്നത്. കഴിഞ്ഞയാഴ്ച വെടിനിർത്തൽ ദീർഘിപ്പിക്കുമ്പോൾ ഇറാന് മുന്നിൽ സമാധാന കരാറിന്റെ ഒരു രൂപം ട്രംപ് മുന്നോട്ട് വെച്ചിരുന്നു. ഈ സമാധാന കരാറുമായി മുന്നോട്ട് പോകുന്നത് ഒരർത്ഥത്തിൽ സംഘർഷത്തിൽ ഇറാന് വിജയം എന്ന പ്രതീതി ഉണ്ടാക്കും. ഇത് ട്രംപിനെ കടുത്ത വിഷമവൃത്തത്തിലാക്കുന്നുണ്ട്. കാരണം യുദ്ധവിജയം ഇല്ലാതെ ഇറാനിൽ നിന്ന് പിൻവാങ്ങുക എന്നത് ട്രംപിനെ പോലൊരു പ്രസിഡന്റിന് ചിന്തിക്കാവുന്നതിനും അപ്പുറത്താണ്. നവംബറിൽ നടക്കുന്ന ഇടക്കാല തെരഞ്ഞെടുപ്പിൽ വോട്ടർമാർക്ക് മുന്നിൽ പറഞ്ഞു നിൽക്കാൻ ഒരു വിജയം അനിവാര്യമാണ്. അത് ട്രംപ് ലക്ഷ്യം വെച്ചതുപോലെ ഒന്നുകിൽ ഇറാനിയൻ എണ്ണയുടെ നിയന്ത്രണം, അതല്ലെങ്കിൽ ഇറാന്റെ സമ്പുഷ്ടീകരിച്ച യുറേനിയത്തിന്റെ കൈവശാവകാശം. ഇതൊന്നുമില്ലാതെ അല്ലെങ്കിൽ യുദ്ധത്തിൽ വിജയിക്കാതെ ഇടക്കാല തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത് ട്രംപിനെ സംബന്ധിച്ചിടത്തോളം ആത്മഹത്യാപരം എന്നല്ലാതെ മറ്റൊന്നുമില്ല. ഇവിടെ ഇനി ട്രംപിന് മുന്നിൽ അവശേഷിക്കുന്നത് 3 സാധ്യതകളാണ്. 1. സമാധാന കരാർ ഒപ്പിടുക. ഇരുകൂട്ടർക്കും വിജയം അവകാശപ്പെടാവുന്ന തരത്തിൽ ഒരു ദീർഘകാല സമാധാന കരാർ ഏർപ്പെടുകയാണ് ട്രംപിന് മുന്നിൽ അവശേഷിക്കുന്ന ഒരു വഴി. ദീർഘകാലത്തേക്ക് അമേരിക്കയെ ഒരു യുദ്ധത്തിലേക്ക് വലിച്ചെറിയപ്പെടാത്ത തരത്തിൽ അമേരിക്കൻ സേനയ്ക്ക് നാട്ടിലെത്താം. ഒപ്പം ഇറാനെ ആക്രമിച്ചത് വഴി US സേനയ്ക്ക് സംഭവിച്ച ആയുധ ശോഷണം പരിഹരിച്ച് ആയുധ സമ്പത്ത് പുനർനിർമ്മിക്കാനും സാധിക്കും. പക്ഷേ ഇതിനുള്ള സാധ്യത തുലവും കുറവാണ്. കാരണം യുദ്ധം അവസാനിപ്പിച്ച് ഹോർമൂസ് കടലിടുക്ക് തുറക്കാൻ ഇറാൻ അമേരിക്കയ്ക്ക് മുന്നിൽ ചില നിർദ്ദേശങ്ങൾ വെച്ചിട്ടുണ്ട്. അത് അംഗീകരിക്കുകയല്ലാതെ അമേരിക്കയ്ക്കും ട്രംപിനും മറ്റു വഴിയുണ്ടാകില്ല. അങ്ങനെ സംഭവിച്ചാൽ അത് ഇറാൻ വിജയത്തിന് തുല്യമാകുകയും ചെയ്തു. രണ്ടാമതൊരു സാധ്യത US കോൺഗ്രസിന്റെ അനുമതിയില്ലാതെയും യുദ്ധം അനന്തമായി തുടരുക എന്നുള്ളതാണ്. US കോൺഗ്രസിന്റെ വാർ പവേഴ്സ് ആക്ടിലെ ലൂപ്പ് ഹോളുകൾ മുതലെടുത്ത് മുൻകാല പ്രസിഡന്റുമാർ ചെയ്തതുപോലെ സ്വന്തം നിലയ്ക്ക് യുദ്ധം തുടരുക, ഹോർമുസിലെ ഉപരോധം തുടരാം, ഇറാനിയൻ എണ്ണയും യുറേനിയവും കൈക്കലാക്കുകയും ചെയ്യാം എന്ന സാധ്യത കൂടി ഇവിടെ ട്രംപിനുണ്ട്. നിലവിലെ സാഹചര്യത്തിൽ ഈ ഒരു നീക്കം വൈറ്റ് ഹൌസിലും സെനറ്റിലും പാസാക്കിയെടുക്കാൻ വേണ്ട അംഗബലം ട്രംപിനും റിപ്പബ്ലിക്കൻസിനും ഉണ്ട് എന്നതും ട്രംപിന് ഗുണമാണ്. വോട്ട് ചെയ്യുന്നവരുടെ 50% പിന്തുണ കിട്ടിയാൽ ഈ നീക്കം വിജയിക്കും. റിപ്പബ്ലിക്കൻസിന് ഇപ്പോൾ അതിനുള്ള അംഗബലമുണ്ട്. മറ്റൊരു സാധ്യത യുദ്ധം തുടരുക, അങ്ങനെ ഈ അനിശ്ചിതാവസ്ഥ അതേപടി തുടരുക എന്നതാണ്. അതായത് മെയ് 1 എന്ന ഡെഡ് ലൈൻ മറികടന്ന് ട്രംപ് യുദ്ധവുമായി മുന്നോട്ടു പോകുന്നു. പക്ഷേ ഇത് ട്രംപിനെയും വൈറ്റ് ഹൌസിനെയും US കോൺഗ്രസിനെയും നിയമ നടപടി എന്ന നൂലാമാലയിലേക്കും ഊരാക്കുടുക്കിലേക്കും തള്ളിവിടും. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നിയമരാഷ്ട്രീയ നടപടികൾ നേരിടുക എന്നത് ട്രംപിനെ സംബന്ധിച്ചിടത്തോളം അത്ര സന്തോഷം പകരുന്ന ഒന്നല്ല, പ്രത്യേകിച്ച് ഇടക്കാല തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുന്ന ഘട്ടത്തിൽ. മാത്രമല്ല 2028 തെരഞ്ഞെടുപ്പിനെ നേരിടാൻ തയ്യാറെടുക്കുന്ന റിപ്പബ്ലിക്കൻ പാർട്ടിക്കും അത്ര നല്ല ഫലമായിരിക്കില്ല ഉണ്ടാകുക. ഈ ഘട്ടത്തിൽ ട്രംപ് ഇപ്പോൾ ഭീകരമായ ഒരു തൃശങ്കുവിൽ പെട്ടുകിടക്കുകയാണ്. വിജയത്തിനപ്പുറം മറ്റൊന്നും ചിന്തിക്കാനാകാത്ത പ്രസിഡന്റിനെ സംബന്ധിച്ചിടത്തോളം സമാധാന കരാർ എന്നത് തോൽവി അംഗീകരിക്കുന്നതിന് തുല്യമാണ്. അത്തരമൊരു തോൽവിയിലേക്ക് നടന്നു കയറണോ, അതോ കാലാകാല നിയമ നടപടി എന്ന നൂലാമാലയിൽ കുരുങ്ങിക്കിടക്കണോ എന്നറിയാതെ തൃശങ്കുവിൽ നിൽക്കുകയാണ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്, അതായത് യുദ്ധക്കൊതിയനായ പ്രസിഡന്റ്.